Good afternoon, all. Good afternoon, Miss. നമ്മളിന്ന് പുതിയ ചാപ്റ്റർ ആണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചായിരുന്നു. അവിടെ നമ്മൾ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണോ സർജിക്കൽ സേഫ് ഇൻഫെക്ഷൻ ആണോ അതല്ലേ? സൈറ്റ് ഇൻഫെക്ഷൻ തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് സെന്റൻസില് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ തന്നെയാണ്. ക്ലിയർ ആയോ? ടെക്സ്റ്റില് എന്തുകൊണ്ടാണ് അങ്ങനെ ഇതായി പോയെന്ന് അറിയില്ല കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ. ആണെന്നാണ് നിങ്ങൾ പറയുന്നത്. ആക്ച്വലി ഒരു മിനിറ്റ്, ഞാൻ ഇവിടുത്തെ ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് ഞാൻ നേരത്തെ ഡോക്യുമെന്റിൽ നോക്കിയത് അങ്ങനെയായിരുന്നു. സോറി, അതെ ടെക്സ്റ്റിലെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ടെക്സ്റ്റ് എഡിഷൻ തന്നെയല്ല, ഒരു മിസ്റ്റേക്ക് ആണ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ തന്നെയാണ്. ഇവിടെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ ഇങ്ങനെ തന്നെയാണ്. ഒരു ചെറിയ എന്തെങ്കിലും ടെക്സ്റ്റിലെ മിസ്റ്റേക്ക് ബൈ മിസ്റ്റേക്ക് വന്നതായിരിക്കും. നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ.
സൈറ്റ് ആണ് സേഫ് എന്നുള്ളത് സൈറ്റ് എന്നാക്കാം. SITE ഇതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, ക്ലിയർ ആയോ? അത് എന്തോ ഒരു ബൈ മിസ്റ്റേക്ക് സംഭവിച്ചതായിരിക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതായിരിക്കും. സോറി, ക്ഷമിക്കുക. അത് എല്ലാവരും ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പൊ നമ്മളൊക്കെ എന്താണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത്? നമ്മള് പ്രധാനമായിട്ടും ഇൻ കേസ് CSSD അല്ലെ, തീർച്ചയായിട്ടും നമുക്കറിയാം. ഏതോ ഒരു ഹോസ്പിറ്റലാണെങ്കിലും ഒരുപാട് എക്യുപ്മെന്റ്സ്, സർജിക്കൽ കാര്യങ്ങൾക്കൊക്കെ എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. ആ എക്യുപ്മെന്റ്സ് എന്താണ് അണുക്കളെ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമാണ് ആ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് CSSD എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ? ഞാൻ 2 പാരഗ്രാഫാണ് എടുത്തത്. വാട്ട് ഈസ് ദ സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റും എടുത്തായിരുന്നു. ഓക്കെ അല്ലേ? മനസ്സിലായ? ഇതിന്റെ ഉള്ളില് വേറെ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിനുപരി വേറെ എന്തെങ്കിലും നടക്കണുണ്ടോ? ഓക്കെ, നമുക്കപ്പോ കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് അല്ലേ? ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഈ ഫസ്റ്റ് 2 പാരഗ്രാഫില് എന്തെങ്കിലും മനസ്സിലാവാത്ത വാക്കുകളുണ്ടോ? ഏതെങ്കിലും സെന്റൻസുകൾ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക എന്താണ് സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. കാരണം ഇത് എപ്പോഴും തന്നെ അവിടെ ഏതൊരു സർജറിക്ക് വിധേയമാകുന്നതിന് മുമ്പ് തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ ലഭ്യമാകേണ്ടതുണ്ട്. അതെല്ലാം അണുവിമുക്തമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കണമെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് പേഷ്യൻസിന് അസുഖങ്ങളൊന്നും ഇല്ലാതെ അല്ലെ, അണുക്കളൊന്നും അണുബാധയൊന്നും ഏൽക്കാതെ തന്നെ അവരുടെ ആ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വിജയപ്രദമാക്കി തന്നെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ തന്നെയാണ് CSSD ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് അല്ലെ, അവരുടെ ലക്ഷ്യങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ പറയുന്നത് ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്. അതായത് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിതരണം ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ്? അണുവിമുക്തമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വിതരണം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് വൺ ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്. അവിടെ സപ്ലൈ ചെയ്യുന്നത് അണുവിമുക്തമായിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. Then എന്താ പറയുന്നത്? ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് എ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. എന്താണ് പറയുന്നത്? ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് എ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. പൊതുവെ നമുക്കറിയാം എന്താണ് അവര് സംഭാവന, അതായത് ഹോസ്പിറ്റലിലെ നമ്മൾ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ രോഗം മാറണം അല്ലെ, അതല്ലേ ലക്ഷ്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെ നമുക്ക് അണുബാധ ഏൽക്കാതെ അല്ലെ ഒരു പ്രധാനമായിട്ടുള്ള ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോരുമ്പോൾ അവിടെ ആ ഒരു ഇൻസിഡൻസ് അണുബാധ ഉണ്ടാവുക എന്നുള്ള ഒരു സംഭവത്തിനെ കുറച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം മുറിവുകൾ എന്തായാലും മുറിവുകൾ വരുത്തിയതിനു ശേഷമാണ് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ. കേസ് നമുക്കറിയുമ്പോ ഒരുപാട് ഓപ്പറേഷൻ ഉണ്ട് അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ഫീബോ സർജറിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടി ചെറിയ ഒരു മുറിവുകൾ ആണെങ്കിൽ കൂടിയും അതിലൂടെ അണുക്കൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ അണുബാധ ഇല്ലാതിരിക്കാനുള്ള സാധ്യത അല്ലെ, ആ ഒരു റിഡക്ഷൻ അല്ലെ അത് കുറച്ചുകൊണ്ട് വരുവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭാവന കൂടി ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരുക്കി വെക്കുന്നുണ്ട്. അതായത് അണുവിമുക്തമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് അവിടെ നിന്ന് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അണുക്കൾ അല്ലെ അണുബാധ ഉണ്ടാകുന്നതിന് ആ ഒരു ഇൻസിഡൻസിന് കുറച്ചു കൊണ്ടുവരാൻ ലഘൂകരിക്കാനായിട്ട് സാധിക്കുന്നു.
നെക്സ്റ്റ് പോയിന്റ് നോക്കിയാണെങ്കിൽ ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. To avoid duplication of expensive equipment. എന്താ പറയുന്നത്? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഇൻ കേസ് നമുക്കൊരു എക്യുപ്മെന്റ് അല്ലേ ഉപയോഗിച്ചു, ആ എക്യുപ്മെന്റിന് അണുക്കളുണ്ട്, ഓക്കെ, എങ്കിൽ അത് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ച് അടുത്തൊരു എക്യുപ്മെന്റ് ഉപയോഗിക്കാവുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാം എക്സ്പെൻസീവ് ആണ് അല്ലെ. പേഷ്യന്റിന്റെ ആ ഒരു ഓപ്പറേഷൻ ഫംഗ്ഷൻ നടത്തുക എന്ന് പറയുമ്പോൾ എക്യുപ്മെന്റ്സ് ഒക്കെ പുതിയത് അവൈലബിൾ ആക്കണം, അവിടെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു ചെലവേറിയ ഒരു ഘട്ടത്തിലേക്ക് വരും അല്ലെ. അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം ആ എക്യുപ്മെന്റ് അണുവിമുക്തമാക്കുന്ന ആ ഒരു പ്രവർത്തനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ആ എക്യുപ്മെന്റ് ഉപയോഗിക്കാൻ സാധിക്കും, ഇല്ലേ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അതാണ് ആ ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. അപ്പൊ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ നമ്മളിങ്ങനെ മേടിച്ച് കൂട്ടേണ്ടി വരികയില്ല. ഈ എക്യുപ്മെന്റുകൾ എന്താണ് പ്രധാനമായിട്ടും മാറ്റി എന്താണ് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്താണ് ഓരോ ഓപ്പറേഷൻ തിയേറ്ററുകാർക്കും അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സിന്റെ ആ ഒരു അല്ലെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ദെൻ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? To keep records of the efficacy of the cleaning, disinfection and sterilization process. എന്താണ് പറയുന്നത്? എഫിക്കസി ഓഫ് ദ ക്ലീനിങ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ കാര്യക്ഷമമായിട്ട് അല്ലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ട് എന്ന റെക്കോർഡ് അത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ദെൻ അത് മാത്രമല്ല എന്താണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സും അല്ലെ നമുക്കറിയാം അണുവിമുക്തമാക്കുക അല്ലെങ്കിൽ അണുക്കളെ നശിപ്പിച്ചു കളയുന്ന ഒരു പ്രധാനപ്പെട്ട ഡിസ്ഇൻഫെക്ഷൻ എന്നുള്ളത് അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്ന പ്രവർത്തനം അത് റെക്കോർഡിക്കലി നമുക്ക് സൂക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇൻ കേസ് നമുക്കറിയാം വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അണുക്കൾ നിറഞ്ഞ എക്യുപ്മെന്റ്സ് ലഭ്യമാകുന്നു, അത് ആ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നു, അതിനുശേഷം അവരുടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടത്തി അവർ ട്രാക്കിംഗ് ഒക്കെ ചെയ്ത് നെക്സ്റ്റ് വീണ്ടും സ്റ്റോർ ചെയ്ത് വെച്ച് അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സ് പാക്ക് ചെയ്ത് വെച്ച് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതെല്ലാം എന്താണ് റെക്കോർഡിക്കലി ആണ് അവിടെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? അതായത് നമുക്ക് ഈ കേസ് കാർഡിയോളജി വിഭാഗത്തില് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിച്ച എക്യുപ്മെന്റ്സ് എല്ലാം എന്താണ് നമുക്കറിയാം CSD എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടുന്നു, അവരെന്താണ് അത് സ്വീകരിക്കുന്നു, അത് അണുവിമുക്തമാക്കുന്നു, സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഒക്കെ നടത്തി അണുവിമുക്തമാക്കുന്നു, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ ആർക്കാണോ ഇനി എക്യുപ്മെന്റ്സുകൾ ആവശ്യം വരുന്നത് അവർക്ക് അതനുസരിച്ചിട്ട് എന്താണ് അണുവിമുക്തമായിട്ടുള്ള എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം റെക്കോർഡിക്കലി തന്നെയാണ് അവിടെ കീപ്പ് ചെയ്ത് വെക്കാനായിട്ട് സാധ്യമാകുന്നത് അല്ലെ. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് തന്നെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന ദിവസം ഇത്രയും എക്യുപ്മെന്റ്സ് ആവശ്യമാണ്, ഇന്ന ദിവസം ഇത്രയും എക്യുപ്മെന്റ്സുകളൊക്കെ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ എല്ലാം സുരക്ഷിതമായിട്ട് കാര്യക്ഷമമായിട്ടുള്ള റെക്കോർഡ്സുകളെല്ലാം കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾസ് നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. എന്താണ് നമുക്കറിയാം ക്രോസ് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യത അല്ലെ. അത് ധാരാളം നമുക്കറിയാം എല്ലാം എക്യുപ്മെന്റ്സ് ഒക്കെ ഒന്നിച്ച് കൂട്ടിക്കലർത്തിയൊക്കെ വരുമ്പോൾ എന്താണ് നമുക്കറിയാം എന്താണ് അതിലൊക്കെ ഇൻഫെക്ഷൻ പറ്റി പിടിച്ചിരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. എല്ലാം കൂടി എന്താണ് മിക്സ് ചെയ്ത് കിടക്കുമ്പോൾ അതൊക്കെ പ്രശ്നമാണ്. അപ്പൊ ഓരോന്നോരോന്നും നമുക്കറിയാം സ്റ്റെറിലൈസേഷൻ നടത്തി പാക്കിംഗ് ഒക്കെ ചെയ്താണ് വെക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ടൊക്കെയാണ് വിമുക്തമാക്കിയ കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കിയെടുത്ത് അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾസ് നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. ക്രോസ് ഇൻഫെക്ഷനിൽ നിന്നൊക്കെ ഒഴിവാക്കി ആവശ്യത്തിന് എക്യുപ്മെന്റ്സ് എല്ലാം അത് പാക്ക് ചെയ്ത് തിട്ടപ്പെടുത്തി വെക്കാനൊക്കെ ആയിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, നമുക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല ഓരോ എക്യുപ്മെന്റ്സും അത് കൃത്യമായിട്ട് തിട്ടപ്പെടുത്തി അല്ലെ അതെല്ലാം കൂട്ടിക്കലർന്ന് കിടക്കാതെ തന്നെ നല്ല രീതിയിൽ പ്രത്യേകമായിട്ട് പാക്ക് ചെയ്തൊക്കെ അത് ആവശ്യക്കാർക്ക് കൊടുക്കത്തക്ക വിധത്തിൽ കൺട്രോൾ ചെയ്തൊക്കെ സൂക്ഷിക്കാനായിട്ട് പ്രദർശിപ്പിച്ച് വെക്കുന്ന രീതിയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ?
എക്സിബിറ്റ് പ്രദർശിപ്പിക്കുക, then ചുമത്തുക. എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾ, അതായത് നെസസറി എഫേർട്ട് ടു ക്രോസ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ ഒന്നും വരാതെ അല്ലെ, നമുക്കറിയാം ക്രോസ് ആയിട്ടുള്ള ഇതുകളൊന്നും വരാതെ അല്ലെ, വരവിനെ അത് കൺട്രോൾ ചെയ്യാൻ. ഇൻ കേസ് പ്രിവെൻഷൻ അല്ലെ, ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ള നടപടി, അതായത് മുൻകരുതലായിട്ട് ഇങ്ങനെയുള്ള ഒരു ഇൻഫെക്ഷൻ ക്രോസ് ആയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ കൂടിക്കലർന്ന് കിടക്കുമ്പോൾ നമുക്കറിയാം. ഇൻ കേസ് അല്ലെ, എല്ലാ എക്യുപ്മെന്റ്സുകളെല്ലാം കളക്ട് ചെയ്യുമ്പോഴും അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും പാക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതങ്ങനെ മിക്സ് ചെയ്ത് കിടക്കാതെ ഓരോന്നിനും നമുക്കറിയാം സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടൊക്കെയാണ് അവരെ പ്രദർശിപ്പിച്ച് വെക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ഇപ്പൊ ചോദിക്കുന്നവർക്ക്, ഇപ്പൊ നമുക്കറിയാം ഫാർമസി ചെന്നുകൊണ്ട് നമ്മള് മെഡിസിൻ ചോദിക്കുമ്പോഴെന്താണ് അവര് കൃത്യമായിട്ട് നമ്മളെ പൊതുവെ അല്ലെ പേഷ്യൻസുകളെ പൊതുവെ കാണുന്നത് ഫാർമസിയൊക്കെയാണ് അല്ലെ. ഈ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒന്നും പേഷ്യൻസുകൾ കാണുന്നില്ല. പൊതുവെ അത് സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവിടെയുള്ള വർക്കേഴ്സ് ആണ് അത് കൈകാര്യം ചെയ്തത് അല്ലെ. അപ്പൊ ഇതുമാതിരി തന്നെയാണ് അവിടെ സൂക്ഷിച്ചു വെക്കുന്നത്. ഇൻ കേസ് ഓരോ ഇതിലെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഓരോ എക്യുപ്മെന്റ്സ് കൃത്യമായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്തിട്ട് വെക്കുമ്പോഴെന്താണ് അത് കൃത്യമായിട്ട് പ്രദർശിപ്പിക്കാനും അതേമാതിരി തന്നെ കൺട്രോൾ ചെയ്ത് അല്ലെ ഓരോ സാധനങ്ങളെ അടുക്കിടയ്ക്ക് കൃത്യമായിട്ടൊക്കെ സൂക്ഷിച്ചു വെക്കും. അപ്പൊ ക്രോസ് ആയിട്ട് കിടന്നുകൊണ്ടുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നും അവിടെ അഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? എന്താ പറയുന്നത്? To maintain an inventory of a supplies and equipment. To maintain an inventory of a supplies and equipment. അതായത് ഇതുമാതിരി തന്നെ നമ്മുടെ എക്യുപ്മെന്റ് ആവശ്യമനുസരിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമനുസരിച്ചിട്ട് സപ്ലൈ ചെയ്യാനായിട്ട് അല്ലെ, അതനുസരിച്ചിട്ടുള്ള ഇൻവെന്ററി, അതായത് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അവിടെ പാലിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ടു മെയിൻറ്റെയിൻ അല്ലെ. ഇൻ കേസ് നമുക്കറിയാം എല്ലാ ഡിപ്പാർട്ട്മെന്റിനും സർജിക്കൽ ആയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇൻ കേസ് പല എക്യുപ്മെന്റ്സും ഒരേപോലത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെയായിരിക്കും ആവശ്യപ്പെടുന്നത്. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ മതിയായ സ്റ്റോക്ക് ഉണ്ടെങ്കിലാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും സ്റ്റെറിലൈസേഷൻ നടത്തി അണുബന്ധമാക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ സപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അത് പരിപാലിച്ചു കൊണ്ടുപോകണം. ഓരോരുത്തർക്കും അതിന് ഓപ്പറേഷൻ തിയേറ്ററിൽ ആവശ്യമാണെന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല, ഈ എക്യുപ്മെന്റ് ഇല്ല എന്ന് നമുക്ക് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നിലനിർത്തിക്കൊണ്ട് അല്ലെ, അത് എന്തെങ്കിലും ഷോർട്ടേജുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ അല്ലെ ഇന്നത്തെ ആവശ്യത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തി അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. ക്ലിയർ ആയോ? ടു മെയിൻറ്റെയിൻ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് അല്ലെ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. നമ്മള് ആവശ്യത്തിന് എക്യുപ്മെന്റ് മതിയായ രീതിയിൽ സപ്ലൈ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ് അത് നിലനിർത്തിക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ലാസ്റ്റ് പോയിന്റിലേക്ക്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കാം. ടു അറേഞ്ച് എ സേഫ് എൻവയൺമെന്റ് ഫോർ ദ പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ്. അപ്പൊ നമുക്കറിയാം അവിടെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ടൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഇൻഫെക്ഷൻ ഒന്നും രോഗികൾക്കും വരില്ല, അതേമാതിരി തന്നെ സ്റ്റാഫുകൾക്കും വരില്ല അല്ലെ. അപ്പൊ ടു അറേഞ്ച് സേഫ് എൻവയൺമെന്റ്, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലെ, സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷം പേഷ്യന്റിന് വേണ്ടിയിട്ടും സ്റ്റാഫിന് വേണ്ടിയിട്ടും അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്ഫുൾ ആണ് അല്ലെ. അത് ഒരു ലക്ഷ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം എക്യുപ്മെന്റ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത് പേഷ്യൻസിന് വേണ്ടിയാണെങ്കിൽ കൂടി അത് ഉപയോഗിക്കുന്നത് അല്ലെ, അത് കൈകാര്യം ചെയ്യുന്നത് അവിടെയുള്ള വർക്കേഴ്സ് ആണ്. അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ അണുക്കളെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സിനും ബാധിക്കും, ഒപ്പം തന്നെ പേഷ്യൻസിനെയും ഒരേപോലെ ബാധിക്കും ഇല്ലേ? ബാധിക്കില്ലേ? ഓക്കെ, അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ നല്ല സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ഇത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അല്ലെ, അണുക്കളൊക്കെ അണുവിമുക്തമാക്കി കൃത്യമായിട്ട് തന്നെ പാക്ക് ചെയ്ത് ഒക്കെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണം രണ്ടു കൂട്ടർക്കും ഉണ്ട് അല്ലെ. അവിടെയുള്ള വർക്കേഴ്സിനും ഉണ്ട്, അതുപോലെ തന്നെ പേഷ്യൻസിനും അതിന്റെ ആ ഒരു ഗുണം അനുഭവിക്കാൻ സാധിക്കും. ടു അറേഞ്ച് എ സേഫ് എൻവയൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തല്ലേ ചോദിക്കാം. ചിലപ്പോഴെങ്കിലും
കാണാറുണ്ട് അല്ലെ. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് CSSD പൊതുവെ നമുക്കറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് നോക്കാം. അതുകൊണ്ട് തന്നെ ഓക്കെ ആണോ? അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഡിസൈനിങ് ഓഫ് എ CSSD. ഫസ്റ്റ് പോയിന്റ് to exhibit and impose controls necessary to avert the cross infection. Avert എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം മീൻ ചെയ്യുന്നത്? avert എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ക്രോസ് ഇൻഫെക്ഷൻ അല്ലെ, നമ്മുടെ അണുക്കളുടെ അണുബാധ ഒഴിവാക്കാനായിട്ട്, പരസ്പരമുള്ള ആ ക്രോസ് ഇൻഫെക്ഷൻ ഒഴിവാക്കാനായിട്ട് ആവശ്യമാണ്. എന്താവശ്യമാണ്? നമുക്ക് നല്ല കൃത്യമായിട്ട് തന്നെ അല്ലെ, അത് നല്ല രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്ത് കൺട്രോൾ ചെയ്ത് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഇപ്പൊ കൊണ്ടുവരുന്ന ഒരു എക്യുപ്മെന്റ്സ് അത് ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് കളക്ട് ചെയ്ത് കൈകാര്യം ചെയ്യുന്നത്. അത് ദെൻ എന്താണ് ക്ലീനിങ് ഏരിയയിൽ ക്ലീൻ ചെയ്യുന്നു, ദെൻ പാക്കിംഗ് ഏരിയയിൽ പാക്കിംഗ് ചെയ്യുന്നു, ദെൻ എന്താണ് അത് സ്റ്റോക്കായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇതെല്ലാം കൂടി ഒരു ഏരിയയിൽ തന്നെയാണ് ചെയ്യണമെങ്കിൽ അവിടെ ക്രോസ് ഇൻഫെക്ഷൻ നടക്കുമോ ഇല്ലയോ? നടക്കോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? മേടിക്കുന്നതും വാങ്ങുന്നതൊക്കെ ഒരേ എന്തിന് അല്ലെ, ഒരേ വ്യൂവില് തന്നെയാണെങ്കിൽ കേസ് സപ്ലൈ ചെയ്യുന്നത് നടക്കും അല്ലെ. അതാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. നമ്മൾ ഇൻ കേസ് അത് കൃത്യമായിട്ട് തന്നെ അല്ലെ, ഒരു അതിന്റെ ഒരു ഡിസൈനിങ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതുകൂടി പഠിച്ചു മനസ്സിലാവും. അത് അതായത് നമ്മളെ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് പറ്റിപ്പിടിച്ച് അണുക്കളൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന എക്യുപ്മെന്റ്സ് അത് കളക്ട് ചെയ്യുന്നത് ഒരു ഏരിയയിൽ കൂടിയാണ്. ദെൻ അത് ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുന്നു, ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ് അത് ക്ലീനിങ് ചെയ്യുന്നു, ദെൻ അത് പാക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. ഇൻ കേസ് നമുക്കറിയാം ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ചിലപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ടായിരിക്കും തിരിച്ചിരിക്കുന്നത്. ദെൻ അത് പാക്കിംഗ് ഏരിയയിൽ നിന്ന് കവർ ചെയ്തതിന് ശേഷമാണ് സ്റ്റോറിലേക്ക് പോകുന്നത്, അതായത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതാണ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴാണ് ഈ പ്രദർശിപ്പിച്ച് വെക്കുന്നത് എന്ന് പറയുന്നത്. അതായത് ഓരോ എക്യുപ്മെന്റിന്റെ നെയിമില് തന്നെയായിരിക്കും അതാത് എക്യുപ്മെന്റുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അവിടെ ഒരു നല്ലൊരു കൺട്രോളിങ് പാറ്റേൺ ഉണ്ട്. അങ്ങനെ വരുമ്പോഴെന്താണ് അവിടെ ഒരു ക്രോസ് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യത ഒഴിവാക്കും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ചോദിച്ചാല് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ചോദിക്കാട്ടോ. അതായത് നമ്മള് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും പോയിന്റ്സുകളോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക, ക്ലിയർ ചെയ്ത് പോവുക. കാരണം ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകുമ്പോഴാണ് ഞാനും ഹാപ്പി. അപ്പൊ അതില് ആ ഒരു സെന്റൻസിൽ വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. എന്താണ് ക്രോസ് ഇൻഫെക്ഷൻ എക്സിബിറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല അല്ലെ. ഇപ്പൊ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. അതായത് ഇന്ന രീതിയിലാണ് അത് കളക്ട് ചെയ്യണതെന്നും അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അപ്പോ അടുത്തൊരു ഘട്ടം എന്നുള്ളത് ഡിസൈനിങ് ഓഫ് CSSD, അത് പഠിക്കാനുണ്ട്. അതേമാതിരി തന്നെ പ്ലാനിങ് ഓഫ് CSSD, വർക്ക് ഫ്ലോ ഓഫ് CSSD ഒക്കെ ഉണ്ട്. ഇതിലാണ് പ്രധാനമായിട്ടും ആ ഒരു ഏരിയനെ കൈകാര്യം ചെയ്യുന്നത്. അതായത് റെസിപ്റ്റ്, എന്താണ് ട്രെയിനിങ്, സ്റ്റെറിലൈസേഷന്, ചെക്കിങ് ആൻഡ് ട്രൈ അസംബ്ലിങ്, ഡ്രൈയിങ്, എന്താണ് സ്റ്റെറിലൈസേഷൻ ചെയ്തതിനു ശേഷം ലേബലിങ്, സ്റ്റോറിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പഠിച്ചു വരുമ്പോഴൊക്കെ ആയിട്ട് വന്നോളൂ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നെക്സ്റ്റ് ഡിസൈനിങ് ഓഫ് CSSD എടുക്കാം. ഓക്കെ, ക്ലിയർ ആയോ ഒബ്ജക്റ്റീവ്സ്? ഡിസൈനിങ് ഓഫ് CSSD നോക്കാം.
Size and location of a CSD differ according to hospital management. It should be located as near as possible to the operation theater, A and E department and wards. അതായത് നമുക്ക് അറിയാം ഇൻ കേസ് അല്ലെ ഒരു പ്രധാനമായിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും, വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും അല്ലെ. വലിയ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വലിയ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് തന്നെ വരുന്നത്. കാരണം പല പല ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. ഈ പറഞ്ഞോളാം കാർഡിയോളജി, ന്യൂറോളജി എല്ലാം അല്ലെ. ചെറിയ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ചെറിയൊരു സൗകര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അവിടെ അതിനനുസരിച്ചിട്ടുള്ള പ്രത്യേകമായിട്ട് ലെജിസ്ലേഷൻ എന്തായാലും ഏതോ ഹോസ്പിറ്റലാണെങ്കിലും നമുക്കറിയാം ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്താണ് സ്റ്റെറിലൈസേഷൻ നടത്തിയ എക്യുപ്മെന്റ്സ് മാത്രമാണ് അവിടെ യൂട്ടിലൈസ് ചെയ്യുള്ളൂ അല്ലെ. പൊതുവെ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്ത എക്യുപ്മെന്റ്സ് തന്നെയായിരിക്കും ഏതൊരു ചെറിയ ഹോസ്പിറ്റലാണെങ്കിലും അവിടെ ഉപയോഗപ്രദമാക്കിയുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാം. പക്ഷെ എല്ലാ സൗകര്യങ്ങളും ചിലപ്പോൾ ചില ഹോസ്പിറ്റലിൽ ലഭ്യമാകണമെന്നില്ല. എങ്കിൽ കൂടി മനസ്സിലാക്കുക, ഡിസൈനിങ് ഓഫ് CSD ഒരു വലിയ ഹോസ്പിറ്റലിനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കുള്ളൂ നമ്മളെല്ലാ ക്ലാസ്സിലും അത് വലിയ വലിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഇത് വെച്ച് ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അതിൻ്റെതായ ചെറിയ പരിഗണനയായിരിക്കും. ഒരു വലിയ ഒരു 2-3 മൾട്ടി സ്റ്റോർഡ് ഹോസ്പിറ്റൽ ഉണ്ടാവും, ചിലപ്പോൾ ചെറിയ ഒരു ഏരിയയിലുള്ള ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് അതിൻ്റെതായ ഫെസിലിറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ചിലപ്പോൾ എല്ലാത്തിനും കൂടി ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ രീതിയിലായിരിക്കും ആ ഒരു ഡിസൈനിങ് അവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. Designing of a CSD. Size and location of a CSD differs according to hospital management. Okay, അത് വ്യത്യസ്തമായിരിക്കും. അതിന്റെ ലൊക്കേഷനും സൈസും ഒക്കെ വ്യത്യസ്തമായിരിക്കും ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന്റെ പ്രവർത്തനം അനുസരിച്ചിട്ട് തന്നെ. It should be located as near as possible to operation theater, A and E. A and E എന്ന് പറയുന്നത് എന്താണ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി. ഓക്കെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. അപ്പൊ നമുക്കറിയാം ഇത് എപ്പോഴും ലൊക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അതിനോട് അടുത്താണ് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിനോട് അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് വാർഡിനോടൊക്കെ ചേർന്ന് അടുത്തായിരിക്കണം എന്താണ് CSD ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യേണ്ടത്. The CSD layout should be designed in a unidirectional flow. എന്ന് വെച്ചാൽ എല്ലായിടത്തേക്കും അല്ലെ ഒരു യൂണിറ്റി, അതായത് എല്ലായിടത്തേക്കും പാസ് ചെയ്ത് കൊണ്ടുപോയി. നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഇത് ആവശ്യമാണ് ഇവിടുത്തെ എക്യുപ്മെന്റ്സ് അല്ലെ, സ്റ്റെറിലൈസേഷൻ നടത്തിയിരിക്കുന്ന എക്യുപ്മെന്റ്സ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലായിരിക്കണം അത് ഡിസൈൻ ചെയ്യേണ്ടത്. Then എന്താണ് മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് CSD may be formed in the lower floor right under the operation theater, where a perpendicular movement will be the swift possible movement of materials. അതായത് നമുക്ക് ഇൻ കേസ് നമ്മൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ അടുത്ത് തന്നെ വേണമെന്ന് നമ്മൾ പറയാം അല്ലെ. ഇൻ കേസ് നമുക്കറിയാം ഈ ഫ്ലോർ അല്ലെ മൾട്ടി സ്റ്റോർഡ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഏറ്റവും അടിയില് ലോവർ ഫ്ലോറിലാണ് ഇത് സ്ഥിതി ചെയ്യേണ്ടത്. അത് മാത്രമല്ല പെട്ടെന്ന് അല്ലെ ഇൻ കേസ് അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകണം, എത്തിക്കണം അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ ഇൻ കേസ് ഒരു സ്റ്റെയർ കേസിന്റെ ഒക്കെ നിയറോട് ചേർന്നാണെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ അത് കൊണ്ടുപോയി ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ സപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലേ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെ ക്വിക്കായിട്ട് നമുക്ക് ഈ എക്യുപ്മെന്റ്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കത്തക്ക വിധത്തിലുള്ള പ്ലേസിലായിരിക്കണം അത് സിറ്റുവേറ്റ് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്ത് രൂപകൽപ്പന ചെയ്യേണ്ടത് അങ്ങനെ ഒരു പ്ലേസിലായിരിക്കണം. അപ്പൊ എന്താണ് നമുക്കറിയാം ഏറ്റവും താഴത്തെ ഫ്ലോറിൽ നിന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള ഒരു പ്ലേസ് അല്ലെ. ഇൻ കേസ് സ്റ്റെയർ കേസ് ഒക്കെ ആണെങ്കിൽ നേരെ അതിന്റെ മുകളിലോട്ട്, ഇൻ കേസ് ഇപ്പുറത്തെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് അല്ലെ. അപ്പൊ ഇപ്പുറത്ത് അല്ലെ ഇൻ കേസ് നമ്മുടെ മിഡിലായിട്ടാണ് സെൻട്രലാണെങ്കിൽ അടുത്ത ഒരു എന്താണ് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് അപ്പുറത്തെ ഒരു സെക്ഷനിലാണെങ്കിൽ അവിടേക്കും കൊണ്ടുപോകും അല്ലെ. അപ്പൊ എളുപ്പത്തില് അത് മാനേജ് ചെയ്യത്തക്ക വിധത്തിലുള്ള പ്ലേസിലായിരിക്കണം അത് ഡിസൈൻ ചെയ്യേണ്ടത്. ഇതാണ് പ്രധാനമായിട്ട് CSD ഡിപ്പാർട്ട്മെന്റ് രൂപകൽപ്പന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം അത് മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടുള്ള എക്യുപ്മെന്റ്സും അണുബാധ അല്ലെ അണുക്കള് നശിപ്പിക്കുന്ന പ്രവർത്തനമാണ്, സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് എല്ലാവർക്കും നിന്നും സ്വരൂപിക്കാനും ഒപ്പം എല്ലാവർക്കും അണുവിമുക്തമാക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യാനും സാധ്യമാക്കത്തക്ക വിധത്തില്
അല്ലെ? അത് രൂപകൽപ്പന ചെയ്യണം. അത് ഏറ്റവും അടിയിലെ ഫ്ലോറിലായിരിക്കണം രൂപകൽപ്പന ചെയ്യേണ്ടത്. then എന്താണ് perpendicular movement will be the swift possible movement materials അല്ലെ? അതാണ് നേരെ തൊട്ട് മുകളിലൊക്കെ അല്ലെ എല്ലാ ഭാഗത്തേക്കും കൊടുക്കത്തക്ക വിധത്തിലുള്ള രീതിയിലായിരിക്കണം അത് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവാലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വായിച്ച് നോക്കേണ്ടതുണ്ടോ? എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ് എന്താ നോക്കിയായോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചിലപ്പോ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ദ ഓപ്ഷനിൽ കാണാം, ഓപ്പറേഷൻ തിയേറ്ററിൽ കാണാം, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാണാം, വാർഡ് കാണാം. ഓക്കെ, അതിനൊക്കെ നിയർ ആയിട്ടാണ് അത് സ്ഥിതി ചെയ്യേണ്ടത്. എന്താണ് മിക്കവാറും മൾട്ടി സ്റ്റോർഡ് ഹൗസ് മൾട്ടി സ്റ്റോർഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലോവർ ഫ്ലോറിലാണ് അത് സ്ഥിതി ഡിസൈൻ ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. എന്താണ് പ്ലാനിങ് ഓഫ് എ CSD. അവിടെ ജനറൽ CSD ഡിസൈൻ കൺസെപ്റ്റ് കാണിച്ചിട്ടുണ്ട്. സോളിഡ് സ്റ്റോൺ, ആണ് ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. അതായത് നമ്മള് മാലിന്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് അവിടെ കളക്ട് ചെയ്യുന്നു, ക്ലീനിങ് കാര്യങ്ങൾ നടപ്പാക്കുന്നു. സ്റ്റെറൈൽ സോൺ എന്ന് പറയുമ്പോൾ അണുവിമുക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്വീകരിക്കാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊന്നും തടസ്സം വരുന്നില്ല. എല്ലാ ഭാഗത്തേക്കും കളക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കേട്ടോ? നമുക്ക് പ്ലാനിങ് ഓഫ് CSD നോക്കാം. ഓക്കെ, പ്ലാനിങ് ഓഫ് CSD എന്ന് പറയുമ്പോൾ the materials or items from taint and germ-free areas should not get mixed. നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പോഴും എന്താണ് ജെം ഫ്രീ ആയിട്ടുള്ളത് അല്ലെ? അതേമാതിരി തന്നെ പറ്റി പിടിച്ചിരിക്കുന്ന അണുക്കളെ പറ്റി പിടിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് തമ്മിൽ ഒരിക്കലും മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. There should be physical fencing between solid, clean and sterile zone. അല്ലെ? നമ്മളിവിടെ ആ ഒരു കൃത്യമായിട്ട് തന്നെ അത് തിരിച്ചിരിക്കുന്നത് കാണാം. അണുക്കൾ നിറഞ്ഞിരിക്കുന്നത് എന്താണ് ക്ലീൻ സോണ്, സ്റ്റെറൈൽ സോൺ അല്ലെ? അത് അങ്ങനെ പ്രത്യേകം തിരിച്ചു തന്നെയായിരിക്കണം. ഒന്നിച്ച് മിക്സ് വരാനായിട്ട് പാടുള്ളതല്ല. എന്താ പറയുന്നത് സോ ദാറ്റ് ദ റിസ്ക് ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ഈസ് റെഡ്യൂസ്. അത് എന്തിനാന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ? അവിടെ രൂപ പ്രദർശനത്തിന് CSD ലെസണിൽ എന്താണ് മൊത്തത്തിൽ മിസ്റ്റേക്കുകൾ വരുന്നുണ്ടോ? ഞാൻ അവിടെ ഒന്ന് ഇൻഫോം ചെയ്യാം. ഓക്കെ, രണ്ട് മിസ്റ്റേക്ക് നമ്മൾ കണ്ട് അല്ലെ? ഓക്കെ, മിസ്റ്റേക്ക് പരമാവധി നമുക്ക് നോക്കട്ടെ. എന്തായാലും ഞാൻ ഇൻഫോം ചെയ്യാം. മിസ്റ്റേക്ക് ഇപ്പോ CSD കണ്ടു അല്ലെ? ഓക്കെ, ഞാൻ പറയുന്നു അല്ലെ? നമ്മള് മിക്സർ ഗെറ്റ് മാക്സിൽ എന്നാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ? ഇവിടെ കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് നോക്കുക. നോട്ട് ഗെറ്റ് മിക്സ്ഡ് അല്ലെ? ഒരിക്കലും മിക്സ് ആവാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവിടെ കൃത്യമായിട്ടുള്ള മീനിങ്. അപ്പൊ അതായത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അണുക്കൾ എല്ലാത്തിനെയും കയറി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. There should be physical fencing between solid. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു വിഭാഗീകരണം അവിടെ കൊടുത്തിരിക്കണം. എന്തിനൊക്കെ? സോളിഡ്, ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ സോൺസ്. So that the risk of cross infection spread is reduced. നമ്മൾ കണ്ടായിരുന്നു അല്ലെ? അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമുക്കറിയാം ക്രോസ് ഇൻഫെക്ഷന് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ളത്. The floor should be smooth, non-skipped and powerful. ആ ഫ്ലോർ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്മൂത്ത് ആയിരിക്കണം. അതോടൊപ്പം തന്നെ അല്ലെ തെന്നിപ്പോകാൻ നമുക്കറിയാം എക്യുപ്മെന്റ്സുകളൊക്കെ എന്ന് പറയുമ്പോൾ
മിക്കപ്പോഴും അല്ലെ മൂർച്ചേറിയായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ സ്ലിപ്പ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള വർക്കേഴ്സിനാണെങ്കിലും അത് ഇച്ചിരി കൂടി ഡേഞ്ചർ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ലിപ്പ് ചെയ്യാത്ത തരത്തിലുള്ള സ്കിഡ് ചെയ്ത് പോവാൻ തക്ക വിധത്തിലുള്ള ഫ്ലോർ ഒന്നും ആവരുത്. എപ്പോഴും നല്ല വൃത്തിയുള്ളതും നല്ല അല്ലെ പവർഫുൾ ആയിട്ടുള്ള സ്കിഡ് എന്നുവെച്ചാൽ തെറ്റുകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഫ്ലോറൊക്കെ ആയിരിക്കണം അവിടെ രൂപകൽപ്പന ചെയ്യേണ്ടത്. ദെൻ എന്താണ് ക്ലീൻ ഏരിയ ഷുഡ് ബി സസ്റ്റെയിൻഡ് അറ്റ് പോസിറ്റീവ് പ്രഷേഴ്സ്. അതായത് പ്രധാനമായിട്ട് നമുക്കറിയാം പോസിറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അല്ലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. കാരണം അണുമുക്തമാക്കിയിരിക്കുന്ന ഒരു ഇതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അവിടെ എപ്പോഴും എന്താണ് അണുക്കൾ നിറഞ്ഞ ഒരു സംഭവങ്ങളൊക്കെയാണ് എങ്കിൽ അത് അണുക്കളെ നശിപ്പിച്ച് കളയത്തക്ക വിധത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രഷർ അവിടെ മർദ്ദം അവിടെ ഉണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരിക്കണം. The area of work should be made of marble, granite, stainless steel അല്ലെ. ആ ഏരിയ എന്നൊക്കെ പറയുന്നത് മാർബിളോ ഗ്രാനൈറ്റോ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യുന്നത്. ആ ഏരിയയൊക്കെ രൂപകൽപ്പന ചെയ്യേണ്ടത്. The sterilization must be arranged for autoclaving by steam as well as by gas. In case നമുക്ക് അണുമുക്തമാക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ളത് വേണമെങ്കിൽ ഓട്ടോക്ലേവ് വഴി അല്ലെ അല്ലെങ്കിൽ ബൈ ഗ്യാസ് വഴിയാണ് നമുക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. അതായത് ഓട്ടോക്ലേവ് എന്നൊക്കെ പറയുമ്പോൾ നീരാവി ഉപയോഗിച്ചിട്ട് അണുക്കളെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോസസ്സാണ്. ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ അണുമുക്തമാക്കുന്നതിന് ഉയർന്ന താപനിലയിലുള്ള നീരാവി ഉപയോഗിച്ചിട്ട് അണുക്കള് നഷ്ടപ്പെടുത്തുന്ന വിധത്തില് അല്ലെ നശിച്ചു പോകുന്ന അത്രയും ടൈമില് ആ നീരാവി അല്ലെ ആ താപനിലയില് നമുക്കറിയാം. ഇൻ കേസ് നമ്മളൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്, നമ്മള് അല്ലെ തിളപ്പിച്ച വെള്ളത്തില് എക്യുപ്മെന്റ്സ് ഇട്ടിട്ടാണ് അല്ലെ. അത് തന്നെയാണ് അങ്ങനെയുള്ള ഒരു ഓട്ടോക്ലേവ് പ്രോസസ് ആണ് അവിടെ വരുന്നത്. ഇൻ കേസ് അതല്ലാതെ ഗ്യാസ് ഉപയോഗിച്ചു അതായത് വാതകം ഉപയോഗിച്ച് എക്യുപ്മെന്റ്സിലുള്ള പറ്റിപ്പിടിച്ചിരിക്കുന്ന അണുക്കളെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രക്രിയയാണ്. ആ രണ്ട് രീതി ഉപയോഗിച്ചിട്ടും അവിടെ എന്താണ് സ്റ്റെറിലൈസേഷൻ അണുവിമുക്തമാക്കുന്ന പ്രോസസ്സ് നടത്താവുന്നതാണ്. ഇങ്ങനെ അപ്പോ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഇച്ചിരി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് ആ ഏരിയകള് തമ്മില് പരസ്പരം ഒരു അല്ലെ ഒരു ഡീവിയേഷൻ ഒരു വിഭാഗീകരണം ഉണ്ടായിരിക്കണം. ഒന്നിച്ച് എക്യുപ്മെന്റ്സുകളൊന്നും മിക്സ് ചെയ്ത് വരാനൊന്നും പാടില്ല. എന്താണ് ആദ്യം തന്നെ സ്വീകരിക്കുന്നതും ക്ലീൻ ചെയ്യുന്ന ഒരു ഏരിയയും വീണ്ടും സപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയയൊക്കെ ആയിട്ട് പ്രത്യേകം വിഭാഗീകരണം നടത്തിയിരിക്കണം. എന്താണ് പ്രധാനമായിട്ടും ആ ഫ്ലോറൊക്കെ നല്ല പവർഫുൾ ആയിട്ട് തെന്നി വീഴുന്ന തക്ക വിധത്തിലുള്ള ഫ്ലോറൊന്നും ആവാൻ പാടില്ല. അതേമാതിരി തന്നെ വീണ്ടും പറയുന്നു ഒരു അല്ലെ നമുക്കറിയാം ഒരു ഇരുട്ട് കൂടിയ ഒരു അന്തരീക്ഷം ഒന്നും ആയിരിക്കരുത്. ഒരു പോസിറ്റീവ് പ്രഷറൊക്കെ ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കണം. എന്താണ് മാർബിൾസ് ഗ്രാനൈറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ തന്നെ അവിടെ രൂപകൽപ്പന ചെയ്യാം. വീണ്ടും അല്ലെ ഈ സ്റ്റെറിലൈസേഷൻ നടത്തുക എന്ന പ്രവൃത്തി ഓട്ടോക്ലേവ് വെച്ചിട്ടോ അതല്ലാതെ ബൈ ഗ്യാസ് വെച്ചിട്ടോ നമുക്ക് ആ ഒരു സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ ആ ഒരു പ്രവർത്തനം നടപ്പാക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? നമുക്ക് ആ ഒരു ചാർട്ടും കൂടി നോക്കിയേക്കാം അല്ലെ. നിങ്ങൾക്ക് വായിക്കാൻ സമയം തരാം. ആദ്യം തന്നെ നമ്മൾ ആ കണ്ട ഒരു രീതി, അതായത് അണുക്കളൊക്കെ നിറഞ്ഞിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ റെസിപ്റ്റ് അല്ലെ അവിടെ സ്വീകരിക്കുന്നു. ദെൻ റിൻസിങ് അല്ലെ, റിൻസിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാഷിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നു. ദെൻ ക്ലീനിങ് എന്ന് പറയുമ്പോൾ അതിന് അല്ലെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ആ ഒരു സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലെ. അണുവിമുക്തമാക്കുന്ന ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നു. അതായത് സ്റ്റെറിലൈസേഷൻ അത് ഓട്ടോക്ലേവ് വഴിയാണെങ്കോ അല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസേഷൻ അണുവിമുക്തമാക്കാം. എന്താണ് ചെക്കിംഗ് ഡ്രൈ അസംബിൾസ്. ഡ്രൈ എന്ന് വെച്ചാൽ ഇവിടെ നമ്മള് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോയി. ക്ലീനിങ് കാര്യങ്ങൾ നടത്തിയതിനു ശേഷം ഉണക്കുക, ഡ്രൈ ചെയ്യുന്നത്, അതായത് ഉണക്കുക. അതായത് എക്യുപ്മെന്റ് നമ്മൾ സാധാരണ രീതിയിൽ കളക്ട് ചെയ്യുന്നു, ദെൻ അത് വെള്ളത്തിൽ റിൻസിങ് നടത്തുന്നു, ദെൻ അത് ക്ലീൻ ആക്കിയതിനു ശേഷം ഉണക്കാനായിട്ട് വെക്കുന്നു. നമുക്കറിയാം ഈ അണുക്കളൊന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലെ.
ആദ്യം നമുക്ക് ബ്ലഡും എന്തെങ്കിലും ഫ്ലൂയിഡ്സ് ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് ആയിരിക്കും. അത് നേരെ കൊണ്ടുവന്ന സ്റ്റെറിലൈസേഷൻ അല്ല നടത്തുന്നത്. അവിടെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക, റെസിപ്റ്റ് ചെയ്ത് റിൻസ് അല്ലെ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നു, ക്ലീൻ ചെയ്യുന്നു, ദെൻ അത് ഉണക്കുന്നു. ഉണക്കിയതിനു ശേഷം ചെക്കിംഗ് ആൻഡ് ട്രയൽ അസംബ്ലിങ് അല്ലെ, ഈ ഓരോ സംഭവങ്ങളൊക്കെ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ നടത്തിയിട്ടുണ്ടോ അത് ഓരോന്നോരോന്നും അസംബിൾ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഓരോ എക്യുപ്മെന്റ്സും തരംതിരിച്ച് അത് സൂചിപ്പിച്ച് വെക്കുന്നു. ദെൻ സ്റ്റെറിലൈസേഷൻ നടത്തുന്നു. ചിലത് നമുക്ക് ഓട്ടോക്ലേവ് വഴി സ്റ്റെറിലൈസേഷൻ നടത്താം, ചിലതൊക്കെ വേണമെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസേഷൻ നടത്താം. നമുക്കറിയാം ഹോസ്പിറ്റലുകാരെ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ ഉണ്ടാവും. ആ രീതി അനുസരിച്ചിട്ട് തന്നെയായിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ സ്റ്റെറിലൈസേഷൻ അണുവിമുക്തമാക്കുന്നു. ദെൻ അണുവിമുക്തമാക്കിയതിനു ശേഷം അവരെ ലേബലിംഗ് അല്ലെ, ഓരോ എക്യുപ്മെന്റും ഏത് തരത്തിലുള്ള എക്യുപ്മെന്റ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ ലേബൽ ചെയ്യുന്നു. ദെൻ അത് സ്റ്റോറിലേക്ക് സംഭരിച്ചു വെക്കുന്നു. ദെൻ ഇഷ്യൂ ഡിസ്ട്രിബ്യൂഷൻ, അതായത് വരുന്ന അല്ലെ ഓരോരുത്തർക്കും ആവശ്യപ്പെടുന്നത് അനുസരിച്ചിട്ട് തന്നെ അവരുടെ ആ ഒരു എത്രത്തോളം എണ്ണം എന്നുള്ളത് സ്വീകരിച്ചതിന് ശേഷം അവർക്ക് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അത്രയും കാര്യമാണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കുക ഫ്ലോ. ആദ്യം റെസിപ്റ്റ് ചെയ്യുന്നു, അതായത് അണുക്കൾ നിറഞ്ഞിരിക്കുന്ന എക്യുപ്മെന്റ്സുകൾ സ്വീകരിക്കുന്നു. റിൻസിങ്, അതായത് അത് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നു, വീണ്ടും അത് നല്ലപോലെ ക്ലീൻ ചെയ്യുന്നു അല്ലെ, വെള്ളത്തിലിട്ട് നമുക്കറിയാം അത് അത്യാവശ്യം തേച്ചരിച്ചൊക്കെ ക്ലീൻ ചെയ്യേണ്ടതുണ്ടാവും. അതിനുശേഷം അത് അല്ലെ ഉണക്കുന്നു, വീണ്ടും അത് ചെക്കിംഗ് ആൻഡ് ട്രയൽ അസംബ്ലിങ്, അത് ഓക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടോ ഉണങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയതിനു ശേഷം തരംതിരിക്കുന്നു. എന്താണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നു. സ്റ്റെറിലൈസേഷൻ നടത്തിയതിനു ശേഷം ലേബലിങ്, ഓരോന്നിന്റെയും പേരുകളൊക്കെ വെച്ച് ഇന്ന എക്യുപ്മെന്റ് ആണെന്നതൊക്കെ ലേബൽ ചെയ്ത് വെക്കുന്നു. ആ ലേബൽ ചെയ്ത് വെച്ചതനുസരിച്ചിട്ട് തന്നെ അവിടെ സ്റ്റോർ ചെയ്യുന്നു. നമുക്കറിയാം നമ്മൾ മെഡിക്കൽ ഷോപ്പില് മെഡിക്കൽ മെഡിസിൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണേന്ന് മാതിരി തന്നെ ഓരോന്നിനും ഓരോ റാക്ക് ഒക്കെ ഉണ്ടാവും, അതനുസരിച്ചിട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ആവശ്യത്തിന് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് അത് വിതരണം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഈ ഒരു ഫ്ലോചാർട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ നോക്കണ്ട. ഞാൻ ആദ്യം തന്നെ ഓടിക്കേറിയ മാതിരി തന്നെ നിങ്ങൾക്ക് സംഭവിക്കരുത്. റെസിപ്റ്റ്, റിൻസിങ്, ക്ലീനിങ്, ഡ്രൈയിങ്, ചെക്കിംഗ് ആൻഡ് ട്രൈ അസംബ്ലിങ്, സ്റ്റെറിലൈസേഷൻ, ലേബലിങ്, സ്റ്റോറേജ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ടൊക്കെ കാണിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ മിസ്സിംഗ് ആയിട്ടൊക്കെ കാണിക്കും. അപ്പൊ കൃത്യമായിട്ട് തന്നെ അത് ആ ഒരു പോയിന്റ് അവിടെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക ആ ചാർട്ട്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. പല കുറച്ചുള്ളെങ്കിലും അതിൽ കുറച്ച് ആശയങ്ങളുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് മനസ്സിലാക്കുക. സ്റ്റെറിലൈസേഷൻ വേറെ രീതിയിലും ആവാം, ഓട്ടോക്ലേവിങ്, ഗ്യാസും, അതെല്ലാം മാർക്ക് ചെയ്ത് പോവുക. ഇത് അത്രയും അല്ല, അതില് സോളിഡ് സ്റ്റോണും ക്ലീൻ സോണും സ്റ്റെറൈൽ സോണും അത് അത്രയും സെപ്പറേഷൻ വേണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വേണമെങ്കിലും അത് മൈൻഡിലേക്ക് വെച്ചോ. എപ്പോഴും ഇനി ഏത് ഫ്ലോ ചാർട്ടാണെന്ന് അറിയില്ല. ഇനി ഇതിന് താഴെയും ഉണ്ട് ഒരു ഫ്ലോ ചാർട്ട്, അതായത് അവിടുത്തെ ആ ഒരു അല്ലെ ആ ഒരു ഘടനയും കാര്യങ്ങളെ കുറിച്ചിട്ട് അവിടെയുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. വീണ്ടും ഒരു ഫങ്ഷണൽ ഏരിയാസ് ആൻഡ് CSSD ഉണ്ട്, ഇത് കാണാറുണ്ട്. അപ്പൊ വ്യത്യസ്ത ഫ്ലോ ചാർട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചു. ഇത് പഠിക്കാൻ എളുപ്പമല്ലേ. സോളിഡ് സ്റ്റോൺ, അതേമാതിരി തന്നെ അടുക്കായിട്ടാണ് ക്ലേ സ്റ്റോൺ, തന്നെ സ്റ്റെറൈൽ സ്റ്റോൺ. ജസ്റ്റ് വായിച്ചു നോക്കാം. നേരത്തെ എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ?
പെട്ടെന്ന് ഓടിച്ച് ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് സ്പീഡിൽ പോയ ചിലപ്പോണെങ്കിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്തായാലും പതിയെ പോകാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആക്കിയിട്ടുണ്ട്. എവിടെ ഇങ്ങനെ കിട്ടാത്തതുണ്ടോ? ഓക്കെ, എല്ലാരും ഓക്കെയാണ്. മിസ്സേ, ഡിസൈനിങ് ഓഫ് CSSD ഉണ്ടല്ലോ, അതില് അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ലാസ്റ്റ് ഫ്ലോർ റൈറ്റ് അണ്ടർ ദ OT എന്ന സ്ക്രീനിലുള്ളത്, പക്ഷെ ടെക്സ്റ്റിൽ നൈറ്റ് അണ്ടർ ദ OT റൈറ്റ് അണ്ടർ ദ ഓപ്പറേഷൻ തിയേറ്റർ. ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? നൈറ്റ്. ഒരുപാട് മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ടല്ലേ, അതും വലിയ വലിയ മിസ്റ്റേക്ക് ആണ്. മീനിങ് തന്നെ മാറിപ്പോകും അല്ലെ? സ്പെല്ലിംഗ് മാറുമ്പോ മീനിങ് മാറുന്നുണ്ടല്ലോ. എന്തായാലും ഒന്ന് പറയാം. ഞാനിപ്പോ ഒന്ന് നോട്ട് ചെയ്തേട്ടെ. നിങ്ങളുടെ അവിടെ വന്ന മിസ്റ്റേക്കുകൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് പറയുന്ന നോട്ട് ചെയ്തോട്ടെ. സൈറ്റ് ഇൻഫെക്ഷൻ, അത് സേഫ് ഇൻഫെക്ഷൻ അല്ലേ? ഇനി അടുത്തൊരു സ്റ്റോർ കീപ്പറിനടുത്ത് അവിടെ പീഡ അവിടെ ഓയ കാണണം. ആക്ച്വലി ആ ടെക്സ്റ്റ് ഞങ്ങളുടെ കൈവശമില്ലല്ലോ. നമ്മുടെ കയ്യിലുള്ളത് ഇതായതുകൊണ്ട് തന്നെ നമ്മൾ അറിയുന്നില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. പിന്നെയും ഇവിടെ ഒരു മിസ്റ്റേക്ക് കൂടിയും പറഞ്ഞായിരുന്നല്ലോ. റൈറ്റിന്റെ മാത്രമല്ല, മിക്സ്ഡ് മാക്സ്ഡ് എന്ന്. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ഓർഗാനോഗ്രാം എന്നുള്ളതിന്റെ അടിയിലത്തെ ആ ചാർട്ട് ഉണ്ടല്ലോ, അതില് സ്റ്റോർ കീപ്പറിന്റെ ഓയ സ്റ്റോർ കീപ്പർ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, ചില ചാപ്റ്ററിൽ എന്തെങ്കിലും ഒന്നിച്ചൊരു എന്തായാലും ഇത് ഇൻഫോം ചെയ്യാൻ, കാരണം കുറെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഒന്ന് പറഞ്ഞേക്കാം. എന്തായാലും നമുക്ക് എടുത്തു പോകുമ്പോൾ കറക്റ്റ് ചെയ്ത് പോവാട്ടോ. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തേരെ. നമ്മളിപ്പോ 3-4 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഈ ഒരു ചാപ്റ്ററിൽ വന്നു. അതെന്തായാലും ഒന്ന് ക്ഷമിക്കുക. എന്തായാലും ഒന്ന് നോട്ട് ചെയ്യാം. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണ് ഒന്നാമതായിട്ട്. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ മാക്സ് എന്ന് പറഞ്ഞു, മിക്സ് എന്ന് പറഞ്ഞോടത്തല്ലേ അത് പറഞ്ഞു. പിന്നെ വീണ്ടും ഇവിടെ റൈറ്റ് അല്ലെ, ഇവിടെ റൈറ്റ് അണ്ടർ, ഫ്ലോർ റൈറ്റ് അണ്ടർ എന്നുള്ളതാണ്. നൈറ്റ് അണ്ടർ എന്നുള്ളത് ഒന്ന് ചേഞ്ച് ചെയ്തേരെ. കണ്ടുപിടിച്ച സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തായാലും നമുക്കൊന്ന് തിരുത്താം. ഇവിടെ ആക്ച്വലി ഇവിടെയും സ്റ്റോർ കീപ്പർ ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ക്ലാർക്കോള സ്റ്റോർ കീപ്പർ എന്നുള്ളത് അത് പി ആണ്. KEPER ആണ്. ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ് എടുത്തത് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഇൻഫോം ചെയ്യാം. ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു.